ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിഷമത്തിലും കാര്യങ്ങളിലാണ് എല്ലാവരും എന്നറിയാം. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ സമയത്ത് ചെയ്യാന്നുള്ളതാണ്. അത് ചെറുതോ വലുതോ എന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കുക. ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നേരിട്ട് അവിടെ പോയി ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല. അങ്ങോട്ട് പോകാനോ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഓരോ കളക്ഷൻ പോയിന്റിലായാലും അങ്ങനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കോണ്ടാക്ട് നമ്പറോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന വെച്ചാൽ അതൊക്കെ വിളിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളതിൽ കഴിയാവുന്നത് ചെയ്തു കൊടുക്കാം. ഇപ്പൊ നല്ല രീതിക്ക് തന്നെ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ ആർമിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അർജുന്റെ കേസ് പോലെ അല്ല ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട സാഹചര്യം. അവിടെ 2-3 ദിവസമായിട്ടും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ സാഹചര്യം പോലെ ഉണ്ടായിട്ട് ഇവിടെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് തന്നെ സഹായങ്ങളും കാര്യങ്ങളും ആർമി ആയാലും ബ്രിഡ്ജിന്റെ എത്ര പെട്ടെന്നാണ് അത് കഴിഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിൽ കഴിയാവുന്ന സഹായം അല്ലെങ്കിൽ പ്രാർത്ഥനയിലൊക്കെ അവരെ ഉൾപ്പെടുത്താം. ഒരുപാട് മരണങ്ങൾ ഈ സമയങ്ങളിൽ ഉണ്ടായി. അതെ, ഇപ്പൊ കുട്ടികളായാലും മാതാപിതാക്കളായാലും നഷ്ടപ്പെട്ട ഒരുപാട് പേരുകളുണ്ട്. ഈ ഒരു ദുരിതത്തിൽ എല്ലാവർക്കും പല നഷ്ടങ്ങളാണ്. ഇപ്പൊ ഇത്രയും കാലം അവർ ഉണ്ടാക്കിയെടുത്ത സ്വത്തും മുതലായാലും എല്ലാവർക്കും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി നാളെ എന്താണ് എന്നുള്ളതൊന്നും അവർക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. അതെ, ഇത്രയും കാലം അവിടെ ഉണ്ടാക്കിയ, അതായത് ഇത്രയും ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ എല്ലാവർക്കും നഷ്ടപ്പെട്ട് നാളെ ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇന്നൊന്നും ഇല്ലാണ്ടൊരവസ്ഥയിലാണ് അവരുള്ളത്. അപ്പം നമുക്ക് ഇതിൽ ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളായാലും ചെയ്യാം. അവർക്ക് എല്ലാം ഉണ്ടായവരാണ് ഇന്നിപ്പോ ഒന്നില്ലാത്തൊരവസ്ഥയിൽ നിൽക്കണം. അപ്പൊ നമ്മക്ക് ആ ഒരു അവസ്ഥ വന്നാൽ തന്നെ നമുക്കിപ്പോ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കണം, നാളെ നമുക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കളക്ഷൻ പോയിന്റിലായാലും ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കാര്യങ്ങളോ വസ്ത്രങ്ങളോ എന്താണെന്നെങ്കിലും ഈ കളക്ഷൻ പോയിന്റുകളിലൊക്കെ ഏൽപ്പിക്കുക. പിന്നെ അതുപോലെ ആർമി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നാട്ടുകാരായാലും റെസ്ക്യൂ ടീമായാലും എല്ലാം അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ അർജുൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ സാഹചര്യം അങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങളും ഹെലികോപ്റ്റർ ആയാലും ബാക്കിയുള്ള ഇപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ, നമ്മളെ ബ്രിഡ്ജിന്റെ കേസ്, ആർമി ബ്രിഡ്ജ് ഉണ്ടാക്കി എത്ര പെട്ടെന്ന് മണിക്കൂറുകൊണ്ടാണ് എത്ര പെട്ടെന്നാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. കുട്ടികളായാലും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉരുൾപൊട്ടലിനല്ല, ഇപ്പോൾ വെള്ളപ്പൊക്കമായാലും ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് പറയുന്നത് യെല്ലോ അലേർട്ട് ആയാലും അതുപോലെ തന്നെ റെഡ് അലേർട്ട് ആയാലും പറയുന്നത് എന്താണോ, ഗവൺമെൻറ് പറയുന്നത് എന്താണോ അതനുസരിക്കുക. അതായത് ഇപ്പോ വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കാന്നല്ല. ഇപ്പൊ ഇങ്ങനത്തെ ദുരന്തം നടന്ന സ്ഥലത്തൊക്കെ വീട്ടിൽ തന്നെ നമ്മൾ സേഫ് ആയിട്ട് ഇരുന്നിട്ടൊരു കാര്യമില്ല. അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പോലെ ക്യാമ്പിലേക്ക് പോവാനായാലും അങ്ങോട്ട് മാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടോ ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്കോ എങ്ങനെയാന്ന് വെച്ചാൽ സേഫ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് മാറുക. നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഏരിയകളിൽ ഒന്നും നിൽക്കാതിരിക്കുക. മാക്സിമം സേഫായിട്ട് ഇരിക്കാൻ തന്നെ നോക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോർമൽ വാഹനം കൊണ്ട് നമുക്ക് എന്തായാലും റെസ്ക്യൂവിനോ കാര്യങ്ങൾക്കോ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ഈ മോഡിഫൈഡ് ചെയ്ത് അതിനായിട്ട് സജ്ജീകരിച്ച വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും റെസ്ക്യൂവിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നുള്ളതും സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുള്ളതും എല്ലാം അതിലാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ കേരളത്തിലെ ഒരു സാഹചര്യം വെച്ച് അങ്ങനത്തെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും പുറത്തിറക്കാൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനത്തെ വണ്ടി അവരെ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ വണ്ടികൾ കൊണ്ടേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി ഗണേഷ് കുമാർ സാറ് വന്ന സമയത്തൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ചെയ്യാനുള്ള അടിപൊളിയായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ലീഗൽ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തേണ്ടത്, അല്ലെ? ലീഗലായിട്ട് എങ്ങനെ ഈ വണ്ടി പുറത്തിറക്കുക, അതിന് ചെറിയ ചാർജോ കാര്യങ്ങളോ ഈട് ചെയ്തിട്ട് ടാക്സോ കാര്യങ്ങളോ ചെയ്തിട്ട്, അതെ,
ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വണ്ടി എന്തായാലും ഇറക്കേണ്ടി വരും. ഇപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കയറ്റിയിട്ട വണ്ടികളായിരിക്കും ഇത് റോഡിൽ ഇറങ്ങാൻ പറ്റാണ്ട് വീട്ടിന് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ ഉണ്ടാവുള്ളൂ. അതെ, അവരെ ഇപ്പൊ നമുക്ക് വന്നപ്പോ നമുക്ക് മനസ്സിലായി അവരെ ഉണ്ടാവും. മനസ്സിലാവുന്ന ഈ 2018 കാലഘട്ടങ്ങളിൽ 2018 പ്രളയം ഉണ്ടായില്ലേ, ആ സമയത്തൊക്കെ ഇവരുണ്ടായതാണ്. ഇതൊക്കെ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഗവൺമെന്റ് ഈ സമയത്ത് ഉണ്ടാണ്ടിരിക്കും, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റടിക്കാൻ തുടങ്ങും. ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റടിച്ചു തുടങ്ങും. അപ്പൊ ഇതൊക്കെ എങ്ങനെ ലീഗലായി ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കണം അവര്. എങ്ങനെ ചെറിയൊരു ടാക്സോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചാർജ് ഈട് ചെയ്തിട്ട് എങ്ങനെ ഇറക്കാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ കേസായിരിക്കും. ഈ സമയത്ത് ഇനി ആരും ഇതിനെ കുറിച്ച് പ്രതികരിക്കില്ല. എന്നാണോ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് അന്ന് എല്ലാവരും പ്രതികരിച്ചിട്ട് കാര്യമില്ല. പിന്നെ എല്ലാവരും മുല്ലപ്പെരിയാർ കൊട്ടാനായി ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യങ്ങളായിരിക്കും പിന്നെ അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ഇത് വരുന്നതിന്റെ മുന്നായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. 6 ജില്ലകളോളാണ് വെള്ളത്തിലാവുന്ന പറയുന്നത്. അത് ഡാം പൊട്ടിയാൽ 6 ജില്ലകളിലേക്കാണ് വെള്ളം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം വന്നിട്ട് അറബിക്കടലെടുത്താൽ അറബിക്കടലിലേക്കാണ് വെള്ളം പോകുന്നത്. എന്നിട്ട് കടൽക്ഷോഭം വരുന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദുരന്തങ്ങളും വരുന്നതിന് മുന്നേ നമ്മ അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. ആദ്യം നമുക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. അപ്പൊ എല്ലാവർക്കും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക, പറ്റണ സഹായങ്ങൾ ചെയ്യുക. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കത് ചെയ്തു കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്.